പല പല ബാങ്കുകളിൽ നിന്ന് പല പല ഇൻട്രസ്റ്റ് നിരക്കിൽ പല പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണെന്നുള്ളത് പല കസ്റ്റമേഴ്സിനും അറിയില്ല. നമുക്ക് ഒരു പ്രോപ്പർട്ടി ഒക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്കൊരു ലോൺ അവൈൽ ചെയ്യലും, രണ്ട്, ലീഗൽ കറക്റ്റ് ചെയ്യലും. ഈ രണ്ട് പരിപാടികളും നമുക്ക് ഈസിലി ചെയ്യാൻ പറ്റുന്ന മെത്തേഡുകളാണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി വീഡിയോയിൽ നമ്മൾ പറയുന്നത്. റിയൽ തിയറിയിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയുമ്പോൾ, ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ പ്രോപ്പർട്ടി കൺഫേംഡ് ആവും, പക്ഷെ ലോൺ എടുക്കാനായിട്ട് എവിടെ നിന്ന് ലോൺ എടുക്കണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് അറിയില്ല. ഓരോ പ്രൊഡക്റ്റും ഡിഫറെൻ്റ് ആയിട്ട്, ഹോം ലോണിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ടെന്നുള്ളത്, പല പല റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അത് ലാൻഡ് പർച്ചേസ് പ്ലസ് കൺസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിൽ വേറെയാണ്, ലാൻഡ് മാത്രമാണെങ്കിൽ വേറെയാണ്, അതിൻ്റെ ഫണ്ടിങ്ങിന് വ്യത്യാസമുണ്ട്. ഞാനും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. പലപ്പോഴും കസ്റ്റമേഴ്സ് വരുമ്പോൾ അവരാദ്യം അവരുടെ ബാങ്കിനെ കുറിച്ച്, അവരുടെ ബാങ്ക് മാനേജർ അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് മാത്രമേ പറയാറുള്ളൂ. പക്ഷേ പല പല ബാങ്കുകളിൽ നിന്ന് പല പല ഇൻട്രസ്റ്റ് നിരക്കിൽ പല പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണെന്നുള്ളത് പല കസ്റ്റമേഴ്സിനും അറിയില്ല. ഇപ്പോൾ ഈ റിയൽ എസ്റ്റേറ്റിൽ നിങ്ങൾ ചെയ്ത പോലെ തന്നെ നമ്മളൊരു കസ്റ്റമർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഇൻകം എലിജിബിലിറ്റി അനുസരിച്ചിട്ട് അവർ വാങ്ങാൻ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടിയുടെ വാല്യുവേഷൻ വെച്ചിട്ടൊക്കെ നമ്മളൊരു പ്രൊഡക്റ്റ് തയ്യാറാക്കും, അല്ലെങ്കിൽ അവർക്ക് നൽകാൻ കഴിയുന്ന ഒരു EMI കുറിച്ച് പഠിക്കും. അതനുസരിച്ചൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടാണ് ഏത് ബാങ്കിൽ നിന്ന് അവർക്ക് ലോൺ എടുക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്.